ഇനി നമ്മൾ പോകുന്നത് മതസൗഹാർദ്ദത്തിന്റെ ആചരണത്തിന്റെ ഒരു കാഴ്ചയിലേക്കാണ്. മലപ്പുറത്ത് നിന്നാണ് ഈ കാഴ്ചയുള്ളത്. പതിവ് തെറ്റിക്കാതെ മലപ്പുറം വലിയങ്ങാടി വലിയ ജുമാ മസ്ജിദ് പള്ളിയിലേക്ക് അങ്ങാടിത്തലയ്ക്കൽ കുടുംബത്തിൽ നിന്നും അപ്പം എത്തിച്ചു. പെട്ടിവരവ് എന്ന് പേരിട്ട ഈ ചടങ്ങിന് പിന്നിൽ മതമൈത്രിയുടെ വലിയ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം കണ്ടുവരാം. لا إله إلا الله اللهم توفنا مسلمين والحمد لله. മലപ്പുറം അങ്ങാടിത്തലയ്ക്കൽ വീട്ടിൽ ഈ പ്രാർത്ഥന എല്ലാ വർഷവും ഒരു ആചാരം പോലെയാണ്. പ്രാർത്ഥനകൾക്ക് ശേഷം അപ്പം നിറച്ച കുട്ടകളുമായി കുടുംബാംഗങ്ങൾ വലിയങ്ങാടി പള്ളിയിലേക്ക് യാത്ര തിരിക്കും. 3 നൂറ്റാണ്ടിലധികമായി ഈ പതിവ് തുടങ്ങിയിട്ട്. ഇതിനു പിന്നിലെ ചരിത്രം ഇങ്ങനെ. ദേശത്തെ തട്ടാനായിരുന്നു കുഞ്ഞേലു. ദേശം വാണിരുന്ന പാറനമ്പിക്കെതിരെ മുസ്ലിം സുഹൃത്തുക്കൾക്കൊപ്പം പോരാടിയ കുഞ്ഞേലു അവർക്കൊപ്പം വീരചരമം പ്രാപിച്ചു. കുഞ്ഞേലുടക്കം 44 പേരെ പള്ളിയോട് ചേർന്ന് തന്നെ ഖബറടക്കി. അന്നാൾ ദീനിൽ പുകിന്തോർ സുന്നാരാ ധീരവീരർ അരുമ പുതുപുലി കുഞ്ഞാലിയണ്ടവരും. അന്നാൾ ദീനിൽ പുകിന്തോർ അന്ന് ഈ മതത്തിൽ വന്ന ഇത് പള്ളിയിൽ കയറിയാണല്ലോ, വേറെ ആൾ അതേ വേഷം ഒന്നുമില്ല, അതേമാതിരി കയറിയിരിക്കല്ലേ. സുന്നാര ധീരവീരർ, സുന്നാരം എന്ന് പറഞ്ഞാൽ സ്വർണം, നല്ല സ്വർണ്ണപ്പണിക്കാരൻ തട്ടാൻ. പിന്നെ അദ്ദേഹം ഇതുപോലെ നായാട്ടിനും കാളപൂട്ടിൻ്റെ ഒക്കെ കമ്പക്കാരനാണ്. അങ്ങനെയാണ് അവർ തമ്മിലുള്ളത്. അതിൽ അദ്ദേഹം മരണപ്പെടുക, ഷഹീദാവുക. അങ്ങാടിത്തലയ്ക്കൽ തറവാട്ടുകാർ 3 നൂറ്റാണ്ടോളമായി പള്ളിയിലേക്ക് അപ്പം കൊണ്ടുപോയി സമർപ്പിക്കുന്ന ചടങ്ങ് തുടരുകയാണ്. മുടങ്ങിയത് അല്പകാലം മാത്രം. 3.5 നൂറ്റാണ്ട് മുമ്പ് പാറനമ്പിയുടെ പടയാളികളുമായി നമ്മുടെ ഈ വലിയങ്ങാടി പ്രദേശത്തുണ്ടായ ഒരു ഏറ്റുമുട്ടലിൽ 44 ആളുകൾ അന്ന് രക്തസാക്ഷികളായി. ആ രക്തസാക്ഷികളായ കൂട്ടത്തിൽ ഈ അങ്ങാടിത്തലയ്ക്കൽ തറവാട്ടിൽ ഒരു വ്യക്തി കുടുംബം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിനും അതോടൊപ്പം മലപ്പുറത്തിൻ്റെ മതസൗഹാർദ്ദ ചരിത്രത്തിലെ ഏറ്റവും നല്ല ഉത്തമ ഉദാഹരണമായ ഈ മലപ്പുറം നേർച്ചയുടെ ഭാഗമായുള്ള പരിപാടിയാണ് ഇന്നിവിടെ നടത്തുന്നത്. മതസൗഹാർദ്ദത്തിന്റെ വലിയ സന്ദേശം പകർന്നു നൽകുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഇന്ന് ഈ പെട്ടിവരവ്. ഞങ്ങൾ തലമുറയുള്ളിടത്തോളം കാലം ഇതൊരു വലിയ മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതല്ലാതെ ഞങ്ങളിത് പള്ളി കൊണ്ടുപോകുന്നത് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാമെങ്കിലും പക്ഷേ ഇത് ഈ പ്രദേശത്തിൻ്റെ ഉന്നമനം മതസൗഹാർദ്ദം ആയ ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ കൊണ്ടാടുന്നത്. സ്ഥിരമായി വരുന്നു. ഇത് ഒരു ചെറിയ രൂപത്തിലാണെങ്കിലും ഒരാഘോഷം പോലെ ഞങ്ങളെല്ലാവരും ഈ കുടുംബത്തോടും ഈ തട്ടേ കുഞ്ഞാലുവിനോടും പിന്നെ ഈ നാടിൻ്റെ മതസൗഹാർദ്ദ സംസ്കാരത്തോടും അതൊക്കെ ചേർന്നുള്ളൊരു പരിപാടിയായിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. അപ്പങ്ങൾ നിറച്ച കൊട്ടകൾ പള്ളിക്ക് അടുത്ത് വെച്ച് തന്നെ സ്വീകരിക്കും. തുടർന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോകും. ഖബറിടത്തിനരികിൽ പ്രാർത്ഥനകൾ. തുടർന്ന് അപ്പം എല്ലാവർക്കും നൽകും. ഒരു കാലത്ത് മേഖലയിലെ മുസ്ലിം സമുദായത്തെ ഏറെ വിഷമിപ്പിച്ച പാറനമ്പിയുടെ പിൻതലമുറക്കാരാണ് പ്രായശ്ചിത്തം എന്ന വണ്ണം നിലവിലുള്ള വലിയ ജുമാ മസ്ജിദ് പള്ളി സ്ഥാപിച്ചത്. ചുരുക്കത്തിൽ മലപ്പുറത്തിന്റെ മതേതര മനസ്സിന്റെ പ്രതിഫലനങ്ങളാണ് വലിയ ജുമാ മസ്ജിദും കാലങ്ങളായി തുടരുന്ന പെട്ടിവരവ് ചടങ്ങും. ന്യൂസ് 18 മലപ്പുറം.